ഇയ്യോബ് 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇയ്യോബ് തന്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്കു മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലുമുണ്ടല്ലോ. എന്റെ അധരം നീതികേട് സംസാരിക്കയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കയുമില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കയില്ല, മരിക്കുവോളം എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കയുമില്ല. എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എന്റെ എതിരാളി നീതികെട്ടവനെപ്പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ചു അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്തു പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിന്റെ കൈയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തന്റെ ആന്തരം ഞാൻ മറച്ചുവെക്കയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥ ബുദ്ധികളായിരിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവന്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവന്റെ വിധവമാർ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളം സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചുവെന്നേയുള്ളൂ. നീതിമാൻ അത് ഉടുക്കും, കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നതുപോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റു അവനെ കവർന്നുകൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റു അവനെ പിടിച്ചിട്ടു അവൻ പോയിപ്പോകുന്നു. അവന്റെ സ്ഥലത്തുനിന്ന് അതും അവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥലത്തുനിന്നു അവനെ വിരട്ടി പുറത്താക്കും.